കാനറ ബാങ്കിൽ അക്കൗണ്ടുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ ക്യാൻഡി ആപ്പിന് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം എങ്ങനെയാണ് അക്കൗണ്ട് ബാലൻസ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ കാണുന്നത്, അതുപോലെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ PDF ആയിട്ട് പാസ്വേഡ് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കാനറ ബാങ്കിൻ്റെ പുതിയ അപ്ഡേഷൻ പ്രകാരം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരമുള്ള ക്യാൻഡി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ ലൊക്കേഷൻ നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇത്തരത്തിൽ ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം. MPIN ഉപയോഗിച്ചിട്ടോ നമ്മുടെ ഫോണിലുള്ള ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ബാലൻസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണാൻ പറ്റും. അതിനിതാ ഇവിടെ ഓണെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സേവിങ് അക്കൗണ്ടിലെ ബാലൻസ്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ്, അതുപോലെ കറണ്ട് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ലോണിൻ്റെത്, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിഫ്രഷ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇതാ ഇവിടെ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആർക്കൊക്കെ പൈസ അയച്ചു അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാം. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ ഈ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവസാനത്തെ 10 ദിവസം, അല്ലാതെ ഒരാഴ്ച, 1 മാസം, 2 മാസം, 3 മാസം, 6 മാസം, പിന്നെ 1 വർഷം, പിന്നെ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് മുതൽ മറ്റൊരു ഡേറ്റ് വരെയുള്ള വേണമെങ്കിൽ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഉണ്ടാവുന്നതാണ്. ഞാനിവിടെ 6 മാസത്തെ, നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ട 6 മാസമാണ്. അപ്പോൾ ലാസ്റ്റ് 6 മന്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പലതിന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ നമുക്കിവിടെ അതിന് മുന്നേ ഗെറ്റ് അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ MPIN ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് MPIN ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റൂ. ജസ്റ്റ് MPIN ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ മുകളിൽ അക്കൗണ്ടിൻ്റെ നമ്പർ, കസ്റ്റമർ ID തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് താഴേക്ക് ഇതിനെ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവും. ചിലപ്പോൾ അതിന് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസ്വേഡൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് PDF ആയിട്ട് കിട്ടുവാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഡൗൺലോഡ് സക്സസ്ഫുൾ. ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്പുകൾ കാണാം. അപ്പോൾ നമുക്ക് വാട്സപ്പോ ടെലഗ്രാമോ ഒക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ വാട്സപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷനിലുള്ള ആർക്കെങ്കിലും പെട്ടെന്ന് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ. അപ്പോൾ നമുക്ക് അവർക്കിത് പോകുന്നതാണ്. നമ്മുടെ തന്നെ മറ്റൊരു വാട്സപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് തന്നെ അത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡൗൺലോഡ് എന്ന ബട്ടൺ കൊടുക്കുമ്പോൾ ഇതുപോലെ വരികയും ലോഡിങ് ഡൗൺലോഡ് ആവുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PDF ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് PDF ആയിട്ട് കിട്ടി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നേരിൽ കാണുവാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പാസ്വേഡൊന്നുമില്ലാതെ ഡൗൺലോഡ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം പറ്റും. ഇനി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത് കിട്ടുന്നില്ല എങ്കിൽ മറ്റൊരു വഴി കൂടെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഇടത് സൈഡിൽ നിന്ന് രണ്ടാമത് നമുക്ക് ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് ഈ പാസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ നമുക്കവിടെ കാണാം. അതിന് മുകളിൽ വ്യൂ ബാലൻസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, മിനി സ്റ്റേറ്റ്മെൻറ്റ്, PDF ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കാനറ ബാങ്ക് സംബന്ധിച്ച് കൂടുതൽ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.